പൂക്കോട് സർവകലാശാലയെ പുതിയ വൈസ് ചാൻസലറെ ഇന്ന് തീരുമാനിക്കാൻ സാധ്യത. കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഗവർണർ തന്നെ നിയമിച്ച വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ ഇന്നലെ രാജി കൊടുത്തത്. അദ്ദേഹം രാജി ചോദിച്ചു വാങ്ങി എന്നൊക്കെ വാർത്തകൾ വരുന്ന ഈ വേളയിൽ എന്താണ് അതിൻ്റെ പിന്നാമ്പുറം നമുക്ക് അന്വേഷിക്കാം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളെ ഈ കേസ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെടല്ല അന്വേഷണം നേരിടുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു എന്നതാണ് ഈ ഗവർണറുടെ രാജ്ഭവൻ പറയുന്ന ഏറ്റവും വലിയ അപരാധം. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഇന്നലെ ഉണ്ടായ നാടകങ്ങൾ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൂക്കോട് വിഷയം, അതിലെ സിദ്ധാർത്ഥൻ്റെ മരണം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 33 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികളെ VC തിരിച്ചെടുത്തിരുന്നു. അതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഗവർണറുടെയൊക്കെയും വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാരണം മതിയായ കൂടിയാലോചനയില്ലാതെ സർക്കാരും സർവകലാശാലയും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത്. ഉന്നതരുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസ് CBIക്ക് ഫയലുകൾ കൈമാറുന്നതിലുള്ള കാലതാമസം ഉൾപ്പെടെ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു വിമർശനം ഉയരുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇത് ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഡോക്ടർ PC ശശീന്ദ്രനാഥിന് ഒരു കത്ത് അയക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ PC ശശീന്ദ്രനാഥ് ഉടൻ തന്നെ മെയിലിൽ ഒരു മറുപടി നൽകി. പക്ഷേ ആ മറുപടിയിൽ കുറ്റവിമുക്തരായി കണ്ടുകൊണ്ട് അവരെ തിരിച്ചെടുത്തു എന്ന് മാത്രമായിരുന്നു. ഒരു 4-5 വരി മാത്രം ഉണ്ടായിരുന്ന ഒരു ഇമെയിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ നേരിട്ട് ഇടപെട്ട PC ശശീന്ദ്രനാഥിനെ VC സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നൊരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചു. അതിനെ തുടർന്നായിരുന്നു അദ്ദേഹം ഈ VC സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇന്ന് തന്നെ പുതിയ VCയെ നിയമിക്കാനാണ് രാജ്ഭവന്റെ നീക്കം. തിരക്കിട്ട നീക്കം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പുതിയ VCയെ നിയമിച്ചൊരു ഉത്തരവ് ഇറക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പൂക്കോട് വിഷയത്തെ സജീവമാക്കി നിർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആവശ്യവുമാണ്. ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേസ് CBIക്ക് വിട്ടതോടുകൂടി ആ കേസിൽ തൽക്കാലം പുറകോട്ട്, ആരോപണങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉൾപ്പെടെ ആ ചർച്ച പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. അത് വീണ്ടും പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കാണാനായി സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്ന് 9 മണിക്ക് രാവിലെ കന്റോൺമെന്റ് ഹൗസിലെത്തും. ഇന്നലെ ഗവർണറെയും ഒപ്പം തന്നെ BJP നേതാക്കളെയും ഒക്കെ ഈ സിദ്ധാർത്ഥന്റെ പിതാവ് സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നീക്കവും. ഓക്കെ, താങ്ക് യു സലീം മാലിക്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പം അറിയാം. നേരെ ഒന്ന് വെളുത്തു വരട്ടെ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.